ഈ പ്രഭാതത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പ്രകാശത്തിലേക്ക് പ്രവേശിക്കാൻ ക്രിസ്തു നമ്മളെ ക്ഷണിക്കുകയാണ്. നിത്യമായ പ്രകാശത്തിൽ നിന്ന് പ്രകാശം സ്വീകരിക്കാനുള്ള ക്ഷണമാണ് ക്രിസ്തു നൽകുന്നത്. ചന്ദ്രന് സ്വയം പ്രകാശിക്കാനുള്ള കരുത്തില്ലാത്തതുകൊണ്ട് ചന്ദ്രൻ സൂര്യന് അഭിമുഖമായിട്ട് നിൽക്കുകയാണ്. ആരൊക്കെ ക്രിസ്തുവിന് അഭിമുഖമാകുന്നു അവരൊക്കെ പ്രകാശമായി മാറും. യോഹന്നാന്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൽ നമ്മൾ കാണും നിക്കോദേമോസ് യേശുവാകുന്ന പ്രകാശത്തെ കാണാൻ അവൻ രാത്രിയിൽ വന്നു. അന്ധകാരത്തിൽ അവൻ പ്രകാശത്തിലേക്ക് വന്നു. യോഹന്നാന്റെ സുവിശേഷമാണ്. യോഹന്നാന്റെ സുവിശേഷം അഗാധമായ ദൈവശാസ്ത്ര വീക്ഷണമുള്ള സുവിശേഷമാണ്. അതിനെക്കുറിച്ച് ആധുനിക ദൈവശാസ്ത്രം പറയുന്നത് സ്വർഗീയ യാഥാർത്ഥ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ജാലകമെന്നാണ്. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്ന വചനങ്ങൾ സ്വർഗീയ യാഥാർത്ഥ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ജാലകങ്ങളാണ്. ഇറ്റ് ഈസ് നോൺ ആസ് വിൻഡോസ് ഇൻ ടു ദ ഹെവൻലി റിയാലിറ്റി. സ്വർഗീയ യാഥാർത്ഥ്യങ്ങളെ വെളിപ്പെടുത്തും. ഗുരുവിൻ്റെ നെഞ്ചോട് അമർന്നു ചേർന്ന് ഗുരുമൊഴികളെ ആത്മാർത്ഥമായി ജീവിതത്തിലേക്ക് ആവാഹിച്ചെടുത്ത് അത് അക്ഷരത്തിൽ പകർത്തിയപ്പോൾ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം അഗാധമായ ദൈവശാസ്ത്ര വീക്ഷണമായി. യോഹന്നാൻ്റെ വചനത്തിൽ ക്രിസ്തുവിൻ്റെ ഹൃദയമിടിപ്പുണ്ട്. ക്രിസ്തുവിൻ്റെ തീവ്രമായ സ്നേഹത്തിൻ്റെ ചലനമുണ്ട്. അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് ആനയിക്കാൻ വന്ന രക്ഷകൻ്റെ ആത്മാർത്ഥതയുണ്ട്. കാരണം യോഹന്നാൻ ക്രിസ്തുവിൻ്റെ ഹൃദയതലത്തിൽ അമർന്നു ചേർന്നവനാണ്. ക്രിസ്തുവിൻ്റെ ഹൃദയതലത്തിൽ അമർന്നു ചേർന്ന് ആ ഗുരുമൊഴികളെ ആവാഹിച്ച് അക്ഷരത്തിൽ പകർത്തിയപ്പോൾ അത് അവരൻ്റെ നന്മയിലേക്കൊഴുകുന്ന തീർത്ഥജലമായി തീർന്നു, ജീവജലമായി തീർന്നു. നിക്കോദേമോസ് സമൂഹത്തിൽ വിലയുള്ളവനാണ്, അറിവുള്ളവനാണ്, പേരിനോട് ചേർക്കപ്പെട്ട ബിരുദത്തിൻ്റെ അക്ഷരക്കൂട്ടുകളുള്ളവനാണ്. പക്ഷേ യഥാർത്ഥമായ പ്രകാശവും ജ്ഞാനവും ക്രിസ്തുവാണെന്ന അവബോധത്താൽ അവൻ ക്രിസ്തു സാന്നിധ്യത്തെ പുലുകുകയാണ്. അവൻ രാത്രിയിൽ വന്നു എന്നതിൻ്റെ അർത്ഥം അവൻ അജ്ഞതയിൽ വന്നു എന്നാണ്, അറിവില്ലായ്മയിൽ വന്നു എന്നാണ്. അവിടെയാണ്
ക്രിസ്തു തൻ്റെ പ്രകാശം അവനിലേക്ക് ചൊരിയുക. ജ്ഞാനവും ബുദ്ധിയും അറിവും ആലോചനയും ആത്മശക്തിയും ദൈവഭക്തിയും ദൈവഭയവും സിദ്ധിക്കുന്ന ഇടമായി ആ രാത്രി മാറുകയാണ്. പലപ്പോഴും എൻ്റെ പേരിനോട് ചേർക്കപ്പെട്ടിരിക്കുന്ന ബിരുദത്തിൻ്റെയും ബിരുദാനന്തര ബിരുദത്തിൻ്റെയും പാണ്ഡിത്യത്തിൻ്റെയും അക്ഷരക്കൂട്ടുകൾ എൻ്റെ പ്രബുദ്ധതയാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അറിവിൽ ഞാൻ മഹോന്നതനാണെന്ന് കരുതിയിട്ടുണ്ട്. പക്ഷേ അറിവിൻ്റെ കേദാരമായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് വന്നപ്പോഴാണ് എൻ്റെ നിസ്സാരതയെ ഞാൻ തിരിച്ചറിയുന്നത്. നമ്മളിൽ എല്ലാവരിലും ഈ നിക്കേദിമോസ് എന്ന യാഥാർത്ഥ്യമുണ്ട്. അറിവിൻ്റെ ശൃംഖലയെ മാലകോർത്തിട്ട് ജീവിക്കുന്ന ഓരോരുത്തരും അറിയാതെ നിരാകരിക്കുന്നൊരു സത്യം, ഇനി എനിക്കൊരറിവും നേടാനില്ല എന്ന. അഹങ്കാരത്തിൻ്റെയും അഹന്തയുടെയും പടികയറുന്നവർക്ക് ജ്ഞാനമെന്ന യാഥാർത്ഥ്യം നഷ്ടപ്പെട്ടു പോകും. അറിവ് നേടാൻ കഴിഞ്ഞേക്കാം, പക്ഷെ ജ്ഞാനം ദൈവത്തിൽ നിന്ന് ഉദയം ചെയ്യുന്ന യാഥാർത്ഥ്യമാണ്. ആ ഒരു തിരിച്ചറിവാണ് നിക്കേദിമോസിനെ യേശുവിൻ്റെ സവിധത്തിലേക്ക് അനയിച്ചത്. നിത്യമായ പ്രകാശം, ജ്ഞാനത്തിൻ്റെ കേന്ദ്രം, ആത്മീയ ചേതനയെ പടുത്തുയർത്താനും ഉജ്ജ്വലിപ്പിക്കാനും കഴിവുള്ള സാന്നിധ്യം, ഇത് ക്രിസ്തുവാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ രാത്രിയുടെ മധ്യത്തിൽ അവൻ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെ സ്വീകരിക്കുകയാണ്. എന്നാൽ വേറൊരു രാത്രി ക്രിസ്തുവാകുന്ന പ്രകാശത്തിൽ നിന്ന് ഒരുവൻ അന്ധകാരത്തിലേക്ക് പോയി. യോഹന്നാൻ സുവിശേഷകൻ തന്നെ 13-ാം അധ്യായത്തിൽ 30-ാം തിരുവചനത്തിൽ പറയും, ആ അപ്പക്കഷണം സ്വീകരിച്ചു, അതേ തുടർന്ന് അവൻ പുറത്തുപോയി. അപ്പോൾ രാത്രിയായിരുന്നു. നിക്കേദിമോസ് പ്രകാശത്തിലേക്ക് വരികയും യൂദാസ് അന്ധകാരത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. ഞാൻ പ്രകാശത്തിലാണെന്ന് പറയുമ്പോഴും അന്ധകാരത്തെ പ്രണയിക്കാനും പ്രണമിക്കാനുമുള്ള ധ്വര എന്നിലുണ്ട്. അത് തന്നെയാണ് യൂദാസ്. 2-3 വർഷക്കാലം പ്രകാശത്തോടൊപ്പം സഞ്ചരിച്ചിട്ടും പ്രകാശത്തിൻ്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയാതെ അന്ധകാരത്തെ പ്രണമിച്ച് പുറത്തു പോകുന്ന യൂദാസ്. എന്നാൽ അകലങ്ങളിൽ നിന്ന് മാത്രം നോക്കിക്കണ്ട് ഇവൻ്റെ ചാരുതയാറുന്ന പ്രകാശം അനുഭവിക്കാനുള്ള തീവ്രമായ ആഗ്രഹമുണ്ടായിട്ടും സമൂഹം തന്നെ തെറ്റിദ്ധരിക്കുമെന്ന ബോധ്യത്താൽ ആരും കാണാതെ അന്ധകാരത്തിൽ വരുന്ന നിക്കേദിമോസ് യഥാർത്ഥമായ പ്രകാശത്തിൻ്റെ ചാരുത തിരിച്ചറിഞ്ഞു. ആ പ്രകാശം അവനെ ആത്മബോധത്തിലേക്ക് നയിച്ചു. മനസ്സും ശരീരവും
വിചാരവും വികാരങ്ങളും സമ്പൂർണമാക്കപ്പെടാൻ തക്കവിധം യേശുവിൻ്റെ സാന്നിധ്യം അവനെ പ്രകാശപൂരിതനാക്കി. ഈ രണ്ട് യാഥാർത്ഥ്യങ്ങൾ എന്നിലും നിന്നിലും നിറഞ്ഞു നിൽക്കുന്ന സത്യങ്ങളാണ്. ആത്മീയ ചേതനയെ നഷ്ടപ്പെടുത്താനുള്ള ത്വര പലപ്പോഴും നമ്മളെ വേട്ടയാടും. അത് യൂദാസ് ജന്മം പ്രാപിക്കുന്നതാണ്. ലോകത്തോടും ലോകകാര്യങ്ങളോടുമുള്ള ആഗ്രഹം, ലോകത്തിൻ്റെ സന്തോഷത്തിലേക്ക് ചേർന്ന് നിൽക്കാനുള്ള ത്വര, ലോകാഡംബരങ്ങൾ വെച്ചു നീട്ടുന്ന സന്തോഷം സുഖാനുഭൂതികളിലേക്ക് നയിക്കുമെന്നുള്ള തെറ്റിദ്ധാരണ, ഇതെല്ലാം നമ്മളെ വേട്ടയാടും. അതാണ് യൂദാസ്. 30 വെള്ളിക്കാശിനു വേണ്ടി നമ്മൾ കൊതിക്കും. ഈ കൊതി പലപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക് നമ്മളെ വലിച്ചെറിയും. 30 വെള്ളിക്കാശിനു വേണ്ടിയുള്ള കൊതി അന്ധകാരത്തിൻ്റെ ചെയ്തികൾ സ്വീകരിക്കാൻ യൂദാസിനെ ഒരുക്കുകയായിരുന്നു. എന്നാൽ തൻ്റെ സമൂഹവും സാഹചര്യങ്ങളും വിഘാതമായി നിൽക്കുമ്പോഴും ക്രിസ്തുവെന്ന പ്രകാശത്തിലേക്ക് നടന്നെടുക്കാനുള്ള നിക്കോദെമോസിൻ്റെ തീവ്രമായ ആഗ്രഹം എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് അവനെ കണ്ടെത്താൻ അവനെ ബലപ്പെടുത്തി. യഥാർത്ഥമായ പ്രകാശം, യഥാർത്ഥമായ ജ്ഞാനം ക്രിസ്തുവിൽ നിന്നാണ് നിർഗളിക്കുന്നു എന്ന സത്യം നിക്കോദെമോസ് തിരിച്ചറിയുകയാണ്. എന്നാൽ മനസ്സും ശരീരവും കലുഷിതമാക്കപ്പെട്ട അവസ്ഥയിൽ തൻ്റെ ഗുരുവിനെ വഞ്ചിക്കത്തക്ക വിധം 30 വെള്ളിക്കാശിനു വേണ്ടിയുള്ള കൊതി അവനെ അന്ധകാരത്തിലേക്ക് നയിച്ചു. ഒരുവൻ രാത്രിയിൽ പ്രകാശത്തിലേക്ക് വരുമ്പോൾ അപരൻ മറ്റൊരു രാത്രിയിൽ ഈ പ്രകാശത്തിൻ്റെ സാന്നിധ്യം വെടിഞ്ഞ് അന്ധകാരത്തിലേക്ക് പോവുകയാണ്. നിന്റെ സന്നിധിയിലിരിക്കുമ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കുക, നീയാകുന്ന പ്രകാശത്തിലേക്ക് വരാൻ എനിക്ക് ത്രാണിയുണ്ടോ? നീയാകുന്ന പ്രകാശത്തെ സ്വീകരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടോ? സ്നേഹം പ്രതിബന്ധമറിയുന്നില്ല എന്ന തീഷ്ണവചനത്താൽ നീയാകുന്ന പ്രകാശത്തെ സ്വീകരിക്കാൻ എല്ലാ പ്രതിസന്ധികളെയും എല്ലാ പ്രതിരോധങ്ങളെയും അതിജീവിക്കാനുള്ള പരിശ്രമം ഞാൻ നടത്താറുണ്ടോ? ബന്ധിതമാക്കപ്പെട്ട ഇഹലോക ജീവിതത്തിൽ ആത്മാർത്ഥതയോടുകൂടെ നിന്നെ തേടാൻ ഞാൻ ആഗ്രഹിക്കാറുണ്ടോ? സൂര്യൻ അഭിമുഖമായി നിന്ന് പ്രകാശിക്കുന്ന ചന്ദ്രനെ പോലെ നീയാകുന്ന പ്രകാശത്തെ നോക്കി പ്രകാശം പകരാൻ ഞാൻ പ്രാപ്തനാകുന്നുണ്ടോ, പ്രാപ്തയാകുന്നുണ്ടോ? ക്രിസ്തുവാകുന്ന പ്രകാശത്തെ തീഷ്ണതയോടെ കണ്ടുമുട്ടാനുള്ള ആഗ്രഹമുണ്ടാകുമ്പോൾ
രാത്രി പോലും പ്രകാശമായിട്ട് മാറും. രാത്രി പോലും നട്ടുച്ച പോലെ പ്രകാശിക്കും. അതാണ് നിക്കോദീമോസിൽ നമ്മൾ കാണുക. യഥാർത്ഥമായ പ്രകാശം ജ്ഞാനമാണ്. യഥാർത്ഥമായ പ്രകാശം ബുദ്ധിയാണ്. യഥാർത്ഥമായ പ്രകാശം അറിവാണ്. യഥാർത്ഥമായ പ്രകാശം ആലോചനയാണ്. യഥാർത്ഥമായ പ്രകാശം ആത്മസമീപനവും, യഥാർത്ഥമായ പ്രകാശം ദൈവഭക്തിയും ദൈവഭയവുമാണ്. പണക്കൊതിയാൽ ആവൃതമാക്കപ്പെട്ട വിചാരവും വികാരവും അവൻ്റെ മരണത്തിൻ്റെ അന്ധകാരത്തിലേക്ക് നയിച്ചുവെങ്കിൽ യഥാർത്ഥമായ പ്രകാശം തേടി വ്യത്യസ്തതകളാൽ ആവൃതമാക്കപ്പെട്ട് പ്രതിരോധങ്ങളെ അതിജീവിച്ച് അന്ധകാരത്തിൻ്റെ നടുവിൽ ക്രിസ്തുവിനെ കണ്ടെത്തിയ നിക്കോദീമോസ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം. ഒരന്ധകാരവും നമ്മളെ മദനം ചെയ്യില്ല. ക്രിസ്തുവാകുന്ന പ്രകാശത്തിൻ്റെ മുമ്പിൽ എല്ലാ അന്ധകാരവും നിഷ്പ്രഭമാവും. ക്രിസ്തുവാകുന്ന പ്രകാശത്തിൻ്റെ മുമ്പിൽ എല്ലാ അജ്ഞതയും ജ്ഞാനമായിട്ട് മാറും. ദൈവമേ, നിന്റെ സാന്നിധ്യത്തെ കൊതിക്കുന്ന, നീയാകുന്ന പ്രകാശത്തെ ആവാഹിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്ന തീഷ്ണത നിറഞ്ഞ ആത്മീയത എനിക്ക് നൽകണമേ. നിന്നിൽ നിന്ന് പ്രകാശം ഉൾക്കൊണ്ട് അവരെൻ്റെ ജീവിതത്തിൽ പ്രകാശമായി തീരാൻ, എൻ്റെ ഇടങ്ങളെ നീയാകുന്ന വിളക്കുകൊണ്ട് പ്രകാശപൂരിതമാക്കാൻ എന്നെയും നീ പ്രാപ്തനാക്കണമേ, പ്രാപ്തയാക്കണമേ. അന്ധകാര ചെയ്തികളാൽ ആവൃതമാക്കപ്പെടാൻ സാധ്യതയുള്ള എൻ്റെ ചുറ്റുവട്ടങ്ങളെ നിൻ്റെ സാന്നിധ്യത്താൽ പ്രകാശപൂരിതമാക്കണമേ. നീ വരുമ്പോൾ അന്ധകാരം ഓടിയകലും. നീ വരുമ്പോൾ അജ്ഞത എന്നത് നിഷ്പ്രഭമാകും. നീ വരുമ്പോൾ ജീവിത യാഥാർത്ഥ്യങ്ങൾ ആത്മീയ ചേതന ഉൾക്കൊള്ളാൻ തുടങ്ങും. നീ വരുമ്പോൾ നിന്റെ ഗന്ധം ലോകത്തെ സുഗന്ധമുള്ളതാക്കി മാറ്റും. ദൈവമേ, നിന്റെ ചേതനയെ ഞാൻ നടന്നു പോകുന്ന പാതയിൽ പ്രസരിപ്പിക്കാൻ എന്നെ അനുവദിക്കണമേ. ഇന്ന് ഞാനൊരു പുതിയ ദിനത്തിലാണ്, പുതിയ പ്രയാണത്തിലാണ്. വ്യത്യസ്തതകളാൽ ആവൃതമാക്കപ്പെട്ട വ്യക്തികളുമായിട്ട് കലർത്തപ്പെടാൻ പോവുകയാണ്. ഇന്നലെ വരെ ലഭിക്കാത്ത അനുഭവങ്ങളിലൂടെ ഇന്ന് ഞാൻ സഞ്ചരിക്കാൻ പോവുകയാണ്. എൻ്റെ യാത്രകളിൽ നീ എൻ്റെ കരങ്ങളിൽ പിടിക്കണം. എൻ്റെ യാത്രകളിൽ നീ എൻ്റെ സഹയാത്രികനാകണം. എൻ്റെ ഹൃദയത്തിൽ നീ മന്ത്രിച്ചു കൊണ്ടിരിക്കണം. നീ മന്ത്രിക്കുന്ന വചനം കേട്ട് എൻ്റെ ഹൃദയം ജ്വലിക്കണം. എമ്മാവൂസിലേക്ക് പോയ സ്ലീഹന്മാർ നിന്റെ വചനം കേട്ട് ജ്വലിച്ചതുപോലെ ആന്തരിക തലങ്ങളിൽ ജ്വലനം സംഭവിക്കണം. നിന്റെ സാന്നിധ്യത്തെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാനുള്ള തീവ്രമായ ആഗ്രഹത്തോടെ ഞാൻ പറയണം, നാഥ, കൂടെ വസിക്കണമേ. നിന്റെ സാന്നിധ്യം വിളിച്ചു വരുത്തുമ്പോൾ അന്ധകാരം അകന്നു പോകുമെന്നുള്ള തിരിച്ചറിവ് എന്നെ സംശുദ്ധമായ ജീവിതത്തിലേക്ക് നയിക്കട്ടെ. മനസ്സിൻ്റെ നൈർമല്യത തേടുന്ന നിന്റെ സാന്നിധ്യത്തെ ഞാൻ കുളിർമയാർന്ന് സ്വീകരിക്കട്ടെ. നീയാകുന്ന തണൽ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഞാൻ വിശ്രമിക്കട്ടെ. നീ ലോകത്തിൽ വിടർത്തപ്പെട്ട തണൽ വൃക്ഷമാണ്. ആരൊക്കെ നിന്റെ ചുവട്ടിൽ അഭയം തേടിയിട്ടുണ്ടോ
അവരൊക്കെ വലിയ സാന്ത്വനത്തിൻ്റെ പാതകൾ സ്വീകരിച്ചിട്ടുണ്ട്. നീയാകുന്ന തണൽ വൃക്ഷം നീ ഞങ്ങൾക്ക് വേണ്ടി നട്ടതാണ്. കാൽവരിയിൽ കുരിശായിട്ടത് രൂപപ്പെട്ടിട്ടുണ്ട്. മനുഷ്യൻ്റെ ജീവിതത്തിൽ തണൽ വൃക്ഷമായി തീർന്ന കുരിശിനെ യഥാർത്ഥമായ ജ്ഞാനത്തിൻ്റെ സത്യയായി സ്വീകരിക്കാൻ, ഈ കുരിശിൻ്റെ സാന്നിധ്യം സാന്ത്വനാനുഭവങ്ങളുടെ ഇടമാക്കി മാറ്റാൻ, നിഷേധാത്മകമായ ചിന്തയോടുകൂടെ മനുഷ്യൻ നോക്കിക്കണ്ട ഈ മരത്തെ നിൻ്റെ സാന്നിധ്യത്താൽ ക്രിയാത്മകമാക്കി തീർക്കാൻ, ഈ മരച്ചുവട്ടിൽ യഥാർത്ഥമായ സ്വാന്തനമുണ്ടെന്നുള്ള തിരിച്ചറിവുണ്ടാവാൻ, എമ്മാവൂസിലേക്ക് പോയ സ്ലീഹന്മാരുടെ കണ്ണു തുറന്ന തമ്പുരാനെ, യഥാർത്ഥമായ പ്രകാശം നീയാണെന്ന് തിരിച്ചറിയാൻ എൻ്റെ കണ്ണു തുറക്കണമേ, എൻ്റെ ഉൾക്കണ്ണ് തുറക്കണമേ. അങ്ങയുടെ സാന്നിധ്യം മനസ്സിൻ്റെയും വിചാരത്തിൻ്റെയും വികാരങ്ങളുടെയും ജീവിത വ്യാപാരങ്ങളുടെയും പരിവർത്തനത്തിന് കാരണമാകട്ടെ. നിൻ്റെ സാന്നിധ്യത്താൽ ഞങ്ങളെല്ലാവരും ആത്മീയമായി പ്രകാശിതരാകട്ടെ. അവനെ നോക്കിയവർ പ്രകാശിതരായി എന്ന വചനത്താൽ നിക്കേദേവസിനെ പോലെ പ്രകാശപൂർണമായ ജീവിതം നയിച്ച് നിൻ്റെ വിശ്രമത്തിനായിട്ടുള്ള ഇടം പോലും ഞങ്ങളുടെ ഹൃദയതലങ്ങളിൽ ഒരുക്കാൻ, നീയാകുന്ന പ്രകാശം ഞങ്ങളുടെ ആന്തരിക തലങ്ങളിൽ ജ്വലിക്കുമ്പോൾ അത് അപരൻ്റെ പ്രകാശമായി പരിണമിക്കുമെന്നുള്ള തിരിച്ചറിവ് ദിനം പ്രതി വർത്തമാനമാക്കി തീർക്കാൻ ഞങ്ങളെ നിൻ്റെ സാന്നിധ്യം കൊണ്ട് പ്രാപ്തരാക്കണമേ. ഈ ദിനം സുന്ദരമായി ഭവിക്കട്ടെ. ആത്മീയതയുടെ നിറവാർന്ന് ജീവിക്കാൻ നമ്മളെ അവിടുന്ന് പ്രാപ്തരാക്കട്ടെ. വെളിച്ചമാണ് നമ്മൾ ഓരോരുത്തരും, വെളിച്ചമാകേണ്ടവരാണ്. ഇന്നത്തെ പാതയിൽ അറിവ് നഷ്ടപ്പെട്ട് അജ്ഞതയിൽ കഴിയുന്നവർക്ക് അറിവിൻ്റെ പ്രകാശമാകാൻ, അജ്ഞതയിലൂടെ കടന്നു പോകുന്നവർക്ക് ജ്ഞാനത്തിൻ്റെ പ്രകാശമാകാൻ, നിഷേധാത്മകമായ ചിന്തയോടുകൂടെ ജീവിതം നയിക്കുന്നവർക്ക് ക്രിയാത്മകതയുടെ പ്രകാശമാകാൻ ദൈവം നമ്മളെ പ്രാപ്തരാക്കട്ടെ. ശുഭദിനം.